ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്തവരും ഒരുപോലെയാണോ? മുതഅല്ലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സാണ്. ഇവിടെ വളരെ മനോഹരമായി ദർസ് നടക്കുന്നു. മണലാടിയിലെല്ലാം പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല ഖൈറിലും സന്തോഷത്തിലും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാനും അവരുടെ ഉസ്താദ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതുകൊണ്ട് ഉമ്മത്തിന് ഉപകാരപ്പെടാനും ഖുർറത്തു ഐനുകളായ മക്കളായി നമ്മുടെ മക്കൾ വളരാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അല്ലാഹു തരണം ചെയ്യട്ടെ. ഇൽമ അന്വേഷിക്കുന്ന മക്കൾ മുതഅല്ലിമീങ്ങൾ ഒരു നാട്ടിലുണ്ടാകുന്നത് എന്തെന്നില്ലാത്ത സൗഭാഗ്യമല്ലേ? മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ എന്ന് പറയുന്ന ഒരു ബാബിട്ടിട്ടുണ്ട്. പറയുന്നതിന്റെ മുമ്പ്, കർമ്മം ചെയ്യുന്നതിന്റെ മുമ്പ് അറിയണം എന്നാണ് ആ ടൈറ്റിലിന്റെ അർത്ഥം തന്നെ. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെയും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന്റെയും മുമ്പ് ഇൽമുണ്ടായിരിക്കണം. മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ പറയുന്ന വാക്കാണത് ഫഅലം. ആദ്യം നിങ്ങൾക്ക് ഇൽമുണ്ടാവണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് നിങ്ങൾ ഇൽമുണ്ടായതിന്റെ ശേഷം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങൾ അറിവുള്ളവരാകണം എന്ന് പറയാൻ ഇൽമ് ഖൗലിന്റെയും അമലിന്റെയും മുമ്പ് വേണ്ട സംഗതിയാണ് വിജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാമുന ബുഖാരി തങ്ങൾ അങ്ങനെ ഒരു ബാബിട്ടത് മഹാനവറുടെ സ്വഹീഹിൽ. മഹാനായ ഇമാമുന സുഹരി റളിയല്ലാഹു തആല മഹാനവറുടെ ഭാര്യ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാമുന സുഹരി തങ്ങൾ വല്ലാതെ കിതാബ് മുതാലഅ ചെയ്യുന്ന മഹാനാണ്. എപ്പോഴും അങ്ങനെയാണ്. പഠനം പഠനമാണ്. ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവ് സുഹരി ഇമാം കിതാബ് നോക്കുന്ന സ്ഥാനത്തെ 3 സഹഭാര്യമാർ, എന്റെ ഭർത്താവിന് ഞാനല്ലാത്ത 3 ഭാര്യമാർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര കുഴപ്പമില്ലായിരുന്നു. എന്റെ മുഖത്തെന്നെ നോക്കാനോ എന്നോടൊന്നും മിണ്ടാനൊന്നും അധികം സമയമല്ല. ഏതു നേരവും കിതാബ് മറിച്ചിരിക്കാൻ. ആര്? മിൻ അലാമി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭരായ അലിമീങ്ങളിൽപ്പെട്ട ഇമാമുന സുഹരി റളിയല്ലാഹു തആല. ഇൽമിനോടൊരു ഹരം കുടുങ്ങിയാലേ അതങ്ങനെയാണ്, പിന്നെ മതിയാക്കാൻ തോന്നൂല. ഇത്രയും കാലം ലൈഫ് ലോങ് ലേണർ അങ്ങനെ പറയാം. മരിക്കുന്നവരെ പഠിക്കാൻ, മരണം വരെ പഠിക്കാനുള്ള ആഗ്രഹം വരും ഇൽമിനോട് കൊതി വന്നാൽ. മുസ്ലിം അങ്ങനെയാവണമെന്നാണ്. പ്രായവ്യത്യാസം. നമ്മളാകെ മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞാൽ വലിയ എക്സ്പേർട്ടായി എന്ന വിചാരം. 10ാം ക്ലാസ് കൂടെ കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് എടുത്ത പോലെയാണ്. അതിലൊക്കെ എന്ത് പഠിക്കുന്നു? വളരെ കുറച്ചല്ലേ നമുക്ക് പഠിക്കാൻ സമയമുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി കേട്ടും കണ്ടും വായിച്ചും അറിഞ്ഞും ആലിമീങ്ങളെ സമീപിച്ചു നമ്മളത് പഠിച്ചെടുക്കണം. ഇൽമ് വിജ്ഞാനത്തിന്റെ വിഷയം അങ്ങനെയാണ്. ലോകാവസാനം അടുക്കുമ്പോൾ വിജ്ഞാനം അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ ഒരു അലംഭാവം വരും. ദീൻ പഠിക്കാൻ ആളുകൾ കുറവ് അങ്ങനെ വരും. ഇന്ന് അങ്ങനെ ഇല്ല കേട്ടോ, അൽഹംദുലില്ലാ. മുമ്പൊക്കെ തിന്നാനും കുടിക്കാനും ഉടുക്കാനുമില്ലാത്ത വീടുകളിൽ നിന്നാണ് ഉസ്താദുമാർ ദർസുകളിൽ പോയി പഠിച്ചത്. അങ്ങനെയല്ല, എത്രയോ സൗകര്യങ്ങളുള്ള വീടുകളിൽ നിന്നാണ് മുതഅല്ലിമീങ്ങൾ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. അത് ഇൽമിനോടുള്ള ആ ഒരു ആദരവും ബഹുമാനം. എത്രയോ ആളുകൾ അവരുമായി സംസാരിക്കുമ്പോൾ വീട്ടുകാർ ഒക്കെ പറയല, അങ്ങനെ എന്റെ കുഞ്ഞിനെ ഒരു ഹാലിമാക്കണം, ഒരു ഹാഫിളാക്കണം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ അദിം അലാ ഹാദിഹിൽ ഉമ്മ ഹാദിഹിൻ നിഅമ. ഈ നിഅമത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്നുൽ ബാഗിന്ദി, ഹാഫിളായ മഹാനായ ഇബ്നുൽ ബാഗിന്ദി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് ചോദിച്ചു, ഇബ്നുൽ ബാഗിന്ദി എന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻസൂറുൻ അഹ്ഫദു അം ശുഅബ? മഹാനായ ഇമാം മൻസൂർ തങ്ങളാണോ അതല്ല ശുഅബ തങ്ങളാണോ? ആരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് മനഃപ്പാഠമുള്ളത്? ഹബീബിന്റെ മറുപടി വന്നു, മൻസൂർ അല്ലാമ മൻസൂർ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹാഫിദ്. മഹാനായ ഇബ്നുൽ ബാഗിന്ദി തങ്ങളും ഹദീസ് പണ്ഡിതനാണ്. നിസ്കരിക്കാൻ നിന്നാൽ അല്ലാഹു അക്ബർ. ചില സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ബാക്കിലുള്ളവർ കേട്ടു എന്നാ അടുത്തിരിക്കുന്നവരൊക്കെ ഹദ്ദസനാ ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ റസൂലില്ലാ. ഹദീസിന്റെ സനദ് ഇങ്ങനെ പറയാൻ നിസ്കാരത്തിൽ പെട്ടെന്ന് ഓർമ്മ, നിസ്കാരത്തിലാണ് റബ്ബേ പറയണത്. അങ്ങനെ പിന്നെ രണ്ടാമത് നിസ്കരിക്കും.
നിസ്കരിച്ച് അപ്പോഴും ഹദീസിന്റെ ഓർമ്മയിലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നഷ്ടപ്പെട്ടതും കിട്ടാനുള്ളതൊക്കെ ഓർക്കുന്നുണ്ട് നിസ്കരിക്കാതിരിക്കുമ്പോ, അല്ലെ? സുബ്ഹാനല്ലാഹ്, എന്തൊരു വ്യത്യാസം! ഇൽമിന് വേണ്ടിയുള്ള യാത്രയിൽ എന്തെന്നില്ലാത്ത ത്യാഗം. ഇബ്നു അബി ഹാതിം റാസി റളിയല്ലാഹു അൻഹു അൽ ഇമാമുൽ ജലീൽ, പ്രഗൽഭനായ ഇമാമാണല്ലോ. മഹാനായ ഇബ്നു അബി ഹാതിം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിലേക്ക് വന്നൊരു കഥ പറയുന്നുണ്ട്. അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു മത്സ്യം വാങ്ങിക്കാൻ വേണ്ടി പോയി. അത് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ രാത്രി പകലന്തിയോളം ഞങ്ങൾ മശായിഖന്മാരരികത്തേക്ക് ഓടുകയാണ് ഇൽമു പഠിക്കാൻ. രാത്രി തിരിച്ചു വരും. അങ്ങനെ പകൽ പഠിച്ചതൊക്കെ രേഖപ്പെടുത്തും, വായിക്കും. ഈ മത്സ്യം കുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല. 3 ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവസാനം മത്സ്യം നോക്കുമ്പോ കേടുന്ന് പോയിട്ടുണ്ട്. എത്രയോ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, പക്ഷെ അതൊന്ന് വേവിച്ച് തിന്നാൻ ഞങ്ങളെ കൊണ്ടായില്ല. ഞങ്ങൾ ഈജിപ്തിൽ വന്ന കാലം അവിടുത്തെ ആലിമീങ്ങളെ കാണാൻ വേണ്ടി ഓടുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടിയില്ല, ഞാൻ ഓടിപ്പോന്നു പറയില്ലേ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ. ഞങ്ങൾ മഷി വെക്കുന്ന ആ കുപ്പിയോടുകൂടെ, മഷിയോടുകൂടെ, പേനയോടുകൂടെ എഴുതാൻ ഉപയോഗിക്കുന്ന ആ ഒരു വസ്തുവിനോടൊപ്പം മഖ്ബറയിലേക്ക്, എന്ന് പറഞ്ഞാൽ പഠിച്ചു പഠിച്ച് മരണം വരെ പഠിക്കുക. മിഹ്ബറ അല്ലെങ്കിൽ അവരുടെ ഹിബർ സൂക്ഷിക്കുന്ന, മഷി സൂക്ഷിക്കുന്ന പാത്രത്തിനാ പറയാ. അതോടുകൂടെ മഖ്ബറയിലേക്ക് പറയില്ലേ, ഫ്രം ക്രാഡിൽ ടു ഗ്രേവ്, തൊട്ടിലിൽ നിന്ന് ഖബർ വരേക്കും എന്നൊക്കെ പറയുന്ന പോലെ പഠനം അങ്ങനെയാണ്, ലൈഫ് ലോങ്. മഹാനായ അബൂബക്കറുൽ അൻബാരി റളിയല്ലാഹു അൻഹു ഒരു ആഴ്ചയിൽ തന്നെ 10,000 പേജുകൾ മുതാലഅ ചെയ്യുമായിരുന്ന പ്രഗൽഭനാണ് അബൂബക്കറുൽ അൻബാരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. 10,000 പേജുകൾ ഒരൊറ്റ ആഴ്ചയിൽ വായിക്കുന്നു. നമ്മൾ പേപ്പർ വായിക്കുന്ന സ്ഥാനത്ത് ഏതെങ്കിലും നല്ല കിതാബുകളോ അതിന്റെ പരിഭാഷകളോ ശുദ്ധ ഖുർആനോ ഖുർആനിന്റെ ആശയങ്ങളോ തഫ്സീറുകളോ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ എത്ര നേരം കിട്ടിയേനെ. മിനിമം വാട്സപ്പിൽ വരുന്ന കഥ വായിക്കുന്ന സമയം കൊണ്ടൊരു നല്ല കിതാബ് വായിക്കായിരുന്നു, അല്ലെ? എത്ര വായിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് ഓരോ കസർത്തുകൾ ഓരോരുത്തർ എഴുതി വിടുന്നത്. സുബ്ഹാനല്ലാഹ്, അതിന്റെയൊക്കെ സ്ഥാനത്ത് എത്ര ഖുർആൻ ഓതാമായിരുന്നു, എത്ര നല്ല കാര്യങ്ങൾ വായിക്കാമായിരുന്നു. ചിന്തിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ മശായിഖന്മാരോടുകൂടെ ഇൽമു പഠിക്കുന്നവരോടൊപ്പം കാണിക്കുന്ന ബഹുമാനവും ആദരവും അതിലേറെ. ഈ ബഹുമാനം ഉസ്താദ് ഇവിടെ ഇറങ്ങിയപ്പോ കുട്ടികളൊക്കെ എഴുന്നേറ്റുന്നു, വല്ലാത്തൊരു സന്തോഷം തോന്നി. ഈ ഒരു അദബ് ഇത് വല്ലാത്തൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ തങ്ങൾ സുഹ്ബത്തു ഉസ്താദിൻ വതൂലു സമാനി എന്ന് പറയാൻ കാരണം. ഉസ്താദിന്റെ ഗുരുനാഥന്റെ കൂടെ നിന്ന് ഗുരുനാഥനിൽ നിന്ന് അദബ് പഠിക്കണം മുതഅല്ലിമീങ്ങൾ. ഇൽമിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു ഭാഗം അതാണ്. അദബ് പഠിക്കണം, ബഹുമാനിക്കണം. സ്വന്തം ഗുരുനാഥന്മാരെ തന്നെ ബഹുമാനിക്കാത്തവർക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല. ഫാഖിദു ശൈഇ ലാ യുഅതി, ഫാഖിദു ശൈഇ ലാ യുഅതി, മൻ കാന ലഹു അഖ്ലുൻ ഫൽയഫ്ഹം. ഫാഖിദു ശൈഇ ലാ യുഅതി. ഇമാമുനാ ശാഫിഈ തങ്ങൾ പറയുന്നു, കുൻതു ഉഖല്ലിബു الصفحة من بين يدي مالك رضي الله عنه تقليبا خفيفا. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഞാൻ കിതാബ് പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്റെ ശൈഖായ മാലിക് ഇമാമിന്റെ മുമ്പിൽ കിതാബ് മറിക്കുന്നത് ഞാൻ മെല്ലെ മറിച്ചിരുന്നുള്ളൂ. ഒരു പേജ് മറിക്കുന്നത് പേടിച്ചിട്ട് മെല്ലെ ഞാൻ മറിച്ചിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട്? ഞാൻ പേജ് മറിക്കുന്ന ശബ്ദം പോലും ഇമാം മാലിക് തങ്ങൾ അറിയരുത്. ഇമാം ദാരിൽ ഹിജ്റ, മദീന കണ്ട പ്രഗൽഭൻ, ലോകം കണ്ട പ്രഗൽഭനായ ഇമാം. ലാ യുഫ്താ മാലികും ഫിൽ മദീന എന്ന് അറബ് ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് ആപ്തവാക്യമായി വന്നതുപോലെ ഇമാമുന മാലിക് ഉള്ളപ്പോ, മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോ ആരും ഫത്വ കൊടുക്കാൻ പാടില്ലെന്നാണ്. ആ മഹാന്റെ മുമ്പിൽ ഒരു പേജ് പോലും ഞാൻ വളരെ പേടിച്ചേ മറിച്ചു വെക്കുമായിരുന്നുള്ളൂ. ആര്? ഇമാമുന ശാഫിഈ തങ്ങൾ. അതുകൊണ്ടാണല്ലോ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതിനാണ് പ്രതിഫലം. ഉസ്താദുമാരോട് ആദരവ് കാണിച്ചവർക്ക് ശിഷ്യന്മാർ ആദരവ് കൊടുക്കും.
ഉസ്താദുമാരെ ബഹുമാനിക്കാതെ അനാദരവ് കാണിച്ചുകൊണ്ടോ ഉന്നതിയായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഗുരുനാഥന്മാരെ തള്ളിപ്പറയുകയോ ചെയ്തവരെ സ്വന്തം മുമ്പിലിരുന്ന് കിതാബ് പഠിച്ച ആളുകളുടെ നാവിൽ നിന്നെങ്കിലും ആ ഗുരുനാഥൻ നികഴ്ത്തപ്പെടേണ്ടത് ഈ ലോകത്ത് വെച്ച് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇത് അള്ളാഹു ചെയ്യുന്ന അള്ളാഹുവിന്റെ സുന്നത്താണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഇതിന് മാറ്റം വരൂല. അങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഇവിടെ നിന്ന് അനുഭവിച്ചു തീരാനുള്ളതാണ്. പരലോകത്തെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗൽഭനായ ശിഷ്യൻ അസ്ഹാബിൽപ്പെട്ട മഹാനായ റബീഅ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു, ഇമാം റബീഅ എന്നവർ പറയുമായിരുന്നു, വല്ലാഹി മസ്തതഅതു അൻ അശ്റബൽ മാഅ ഫീ ഹദറത്തിൽ ഇമാം ശാഫിഈ. ഇമാം ശാഫിഈ തങ്ങളുടെ മുമ്പിൽ വെച്ച് വെള്ളം കുടിക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നുവെന്ന് ഇമാമുന ശാഫിഈ തങ്ങളുടെ ശിഷ്യൻ പറഞ്ഞു. റബീഅ റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥൻ, തന്റെ ഉസ്താദായ മാലിക് ഇമാമിനെ ബഹുമാനിച്ചവരാണ്. ആ ബഹുമാനം ശിഷ്യന് തന്റെ ശിഷ്യന്മാരിലൂടെ അല്ലാഹു നൽകുന്നു. അതുകൊണ്ട് ഇൽമിന് പുറപ്പെടുന്ന ആളുകൾ തന്റെ ഗുരുനാഥന്മാരെ ശരിക്ക് ബഹുമാനിക്കുകയും എന്തെന്നില്ലാത്ത ആദരവ് കാണിക്കുകയും ചെയ്യുക. എന്തെന്നില്ലാത്ത ആദരവ്. അതബിലൊരിക്കലും ഒരു തഖ്സീർ വരുത്തല്ലേ. അല്ലാഹു നമുക്ക് അതബുള്ളവരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതബുള്ള ആളുകളിൽ നിന്നാണ് നമ്മുടെ മക്കളെയും പഠിക്കുന്നത്, പഠിക്കേണ്ടത്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് അവരുടെ ഉസ്താദുമാരിൽ നിന്ന് അദബും ഇൽമും എമ്പാടും പഠിച്ചെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.